बच्चे आप कैसे हैं? ठीक है ना? ओके। पिछले कक्षा में हताशा से एक व्यक्ति बैठ गया था नामक एक कविता श्री विनोद कुमार शुक्ल जी ने लिखा गया एक कविता पर श्री नरेश सक्सेना की टिप्पणी का कुछ अंश हमने चर्चा किया. ओके, वह कैसा लगा? अच्छी लगा? ഓക്കെ, അതെങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് മനസ്സിലായോ നന്നായിട്ട്? ഓക്കെ. ഉസ് കവിത पर കവി हमसे क्या क्या बताते हैं? നമ്മളോട് എന്തൊക്കെയാണ് കവി പറയുന്നത്? विनोद कुमार शुक्ल जी की भाषा शैली सरल और सहज है, इसलिए इस कविता पर व्याख्या की दरकार नहीं है. ओके, आदि के बारे में. देन एक जानने का रूढ़ीकृत अर्थ क्या है? जानന എന്നതിൻ്റെ പരമ്പരാഗത അർത്ഥം എന്താണ്? जो व्यक्ति की नाम पता ओहदे जाति उम्र आदि जानना है. അസലി में ये जानने का आवश्यकता है. യഥാർത്ഥത്തിൽ ഇത് അറിയേണ്ട ആവശ്യമുണ്ടോ? ഒരു വ്യക്തിയുടെ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി അറിയേണ്ട ആവശ്യമുണ്ടോ? नहीं. उस व्यक्ति की क्या जाना है? ആ വ്യക്തിയുടെ എന്താ നമ്മൾ അറിയേണ്ടത്? उस व्यक्ति की हताശ, निराശ, संकट, അസഹായത ആദി को जानना चाहिए അല്ലേ? ഒരു വ്യക്തിയുടെ അസഹായത, നിരാശ, സങ്കടം ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. एक उदाहरण के रूप में एक घायल पड़े सड़क पर घायल पड़े एक व्यक्ति को देखकर हमको उन्हें नहीं മാലൂം അല്ലേ? അദ്ദേഹത്തെ അറിയില്ല എന്ന് പറയാം നിങ്ങൾക്ക് കഴിയുമോ എന്ന് ഇവിടെ കവി ചോദിക്കുന്നു. അപ്പം നമുക്കങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ ഉസ് വ്യക്തിക്ക് സങ്കട് ജാനേ വാലേ ഹേ, ആ വ്യക്തിയുടെ സങ്കടാവസ്ഥയിലാണെന്ന് മാത്രം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉസ്കോ മദത് കർണേക്കോ തയ്യാർ ഹേ, നമ്മൾ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ. അപ്പോൾ ഇസ്ലിയെ ये कविता किसकी याद दिलाता है? ഈ കവിത എന്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണെന്നാണ് പറയുന്നത്? ഈ കവിത മനുഷ്യക്ക് തര ജാനേക്ക, ഒരു മനുഷ്യനെ മനുഷ്യനായി മനസ്സിലാക്കുന്നതിൻ്റെ യാദ് ദിലാത്ത ഹെ, ഓർമ്മപ്പെടുത്തൽ കൂടിയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ് പേജ് നമ്പർ 16, ഫസ്റ്റ് സെക്ഷൻ, സെക്കൻഡ് പാരഗ്രാഫ്. कविता लगातार नहीं जाने और जाने का बयान करती जाती है. शिल्प की इस बारीक कारीगरी को देखे. കവിത, ഈ കവിതയിൽ ലഗാത്താർ, എന്താ ലഗാത്താർ? കണ്ടിന്യൂസ്ലി, തുടർച്ചയായിട്ട്. നെഹി ജാനെ ഔർ ജാനിനെ, നെഹി ജാനെ അറിയില്ല, ഔർ ജാനിനെ അറിയും, ക ബയാൻ അതെങ്ങനെ, ബയാൻ കർത്തി ജാത്തി ഹെ അതിങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ കവിതയിൽ നിരന്തരമായിട്ട് എന്ത് വരുന്നുണ്ട്? നെഹീം ജാനന എന്നിങ്ങനെ തുടർച്ചയായിട്ട് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നു. ശില്പിക്ക് ഇസ് ബാരി കാരിഗാരി കോ ദേക്കോ. ശില്പിക്ക്, ഈ കവിതാ ശില്പത്തിൻ്റെ എന്താണ്? ഈസ് ബാരി കാരിഗാരി കോ ദേക്കേ. എന്താ ബാരി കാരിഗാരി? സൂക്ഷ്മ വർണ്ണന കൂടി ഒന്ന് നോക്കൂ. लिसन, आ सूक्ष्म वर्णन എന്താണ്? वह मुझे नहीं जानता था, हाथ बढ़ाने को जानता था, हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. ये नहीं जानना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटता है. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है? याद नहीं रहा. ओके. इस शिल्प की इस बारीक कारीगरी को देखो. इस कविता शिल्प की इस बारीक कारीगरी, എന്താ बारीक कारीगरी? സൂക്ഷ്മ വർണ്ണന. ഒന്ന് നോക്കൂ. वो मुझे नहीं जानता था, वो मुझे, അയാൾക്ക് മുജെ നഹി ജാൻതാത്ത, എന്നെ അറിയില്ലായിരുന്നു. ഹാത്ത് ബഡാനേക്കോ ജാൻതാത്ത, എന്നാൽ ഹാത്ത് ബഡാനേക്കോ എൻ്റെ കൈ നീട്ടുന്നത് ജാൻതാത്ത അറിയാമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്
നേരെ കൈ നീട്ടുകയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഹം ഏക് ദൂസരേക്കോ നെഹി ജാൻതേ തെ, അതുപോലെ തന്നെ ഹം ഏക് ദൂസരേക്കോ, ഞങ്ങൾക്ക് പരസ്പരം നെഹി ജാൻതേ തെ, അറിയില്ലായിരുന്നു. സാത്ത് സാത്ത് ചലന ജാൻതേ തെ, ഒപ്പം നടക്കാൻ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. യഹ്, ഇവിടെ നെഹി ജാനന ഔർ ജാനന, ഇവിടെ അറിയില്ല അതുപോലെ അറിയും എന്ന കവിതാമേം, കവിതയിലെ കിസി ലോക്കീത് കെ സ്ഥായിക്ക് തര, ഏതോ ലോക്കീത്, എന്താ ലോക്കീത്, നാടൻ പാട്ട് അല്ലേ, എന്താണ് ലോക്കീത് കെ സ്ഥായിക്ക് തര അല്ലേ, ഒരു നാടൻ പാട്ടിൽ സ്ഥിരമായിട്ട് വരുന്ന ബാർ ബാർ ലൗട്ട്താ ഹെ, വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കവിതയിൽ നെഹീം ജാന ജാനിന ഇസ് ദോനോം ശബ്ദ, ഈ രണ്ട് ശബ്ദങ്ങൾ ഇസ് കവിതാമേം കിസി ലോകീത് കെ തരഹ്, ഏതോ ഒരു നാടൻ പാട്ടിൽ ആവർത്തിച്ചു വരുന്ന വരികളെപ്പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ബാർ ബാർ ലൗട്ട്താ ഹെ, വന്നുകൊണ്ടേയിരിക്കുന്നു, വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. നാടൻ പാട്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പം അതിൽ ആവർത്തിച്ചു വരുന്ന ആ വായ്ത്താരികൾ അല്ലേ, ആ വായ്ത്താരികളെ പോലെ തന്നെ നമ്മുടെ നെഹി ജാനിന എന്നീ ഈ രണ്ട് ശബ്ദങ്ങൾ ആവർത്തിച്ചു കൊണ്ട് വരുന്നു. ബാർ ബാർ ലൗട്ട്താ ഹെ. നെക്സ്റ്റ്, गद्य में लिखी हुई इसी किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है याद नहीं आ रहा. കവി ഹംസെ ബത്താത്ത ഹെ, കവി നമ്മോട് പറഞ്ഞു തരുന്നു എന്താണ്, ഗദ്യമേ, ഗദ്യരൂപത്തിൽ ലിഖി ഹുയി കവിത അല്ലേ, എഴുതിയിട്ടുള്ള കിസി കവിതാമേ, ഏതെങ്കിലും കവിതയിലെ ലിറിക്കൽ യാ ഗീതാത്മകതാ കാ ബോധ്, ലിറിക്സിൻ്റെയും അതുപോലെ ഗീതാത്മകതാ കാ ബോധ്, താളബോധത്തിൻ്റെയും ഇസ് ഗൂബി, ഗൂബി മീൻസ് മേന്മ, എക്സലൻസ് അല്ലേ, അതായത് താളബോധത്തിൻ്റെയും ലിറിക്സിൻ്റെ ഒക്കെ മേന്മ, ഖൂബിക്ക് സാത്ത്, മേന്മയോടൊപ്പം ഹിന്ദിക്ക് കിസ് കവിതാമേ, ഹിന്ദിയിൽ വേറൊരു കവിതയിൽ ആയാഹെ, വന്നിട്ടുണ്ട് എന്ന് യാത് നഹീം ആരഹ, ഇതേപോലെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ സാധ്യമല്ല. കാരണം ഞാനങ്ങനെ വായിച്ചതിലൊന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ നരേഷ് സക്സേന നമ്മളോട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. जैसे किसी गज़ल में आखिरी शेर के आखिरी शब्द श्रोताओं की जुबान पर आपसे आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. इनी അദ്ദേഹം പറയാണ്, നരേഷ് സക്സേന ने हमसे क्या बताते हैं, ജൈസെ, ഉദാഹരണമായിട്ട് പറയണേ, കിസി ഗസൽ മേ, ഏതെങ്കിലും ഗസലിൽ ആഖിരി ഷേർക്ക്, ആഖിരി ഷേർ ലാസ്റ്റ് ലൈൻ, ഷേർ മീൻസ് ഹിയർ ലൈൻ, ആഖിരി ഷേർ അവസാന വരിയിലെ ആഖിരി ശബ്ദ് അവസാന ശബ്ദ്, അവസാന വാക്ക്, ശ്രോതാവും കി ജുബാൻ പർ, ശ്രോതാവും, എന്താ ശ്രോതാവും, കേൾവിക്കാരൻ അല്ലേ, കേൾവിക്കാരൻ്റെ ജുബാൻ പർ, ജുബാൻ മീൻസ് ടങ്, നാവ്, ടങ് നാവ്, ശ്രോതാവും കി ജുബാൻ പർ, ശ്രോതാക്കളുടെ കേൾവിക്കാരുടെ ആസ്വാദകരുടെ ജുബാൻ പർ, നാവിൽ ആപ്സെ ആപ് ആ ജാത്താ ഹെ, അവരറിയാത്തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നു. വൈസേഹി, അപ്രകാരം ഇസ് കവിതാക്കെ, ഈ കവിതയുടെ അന്തിം ശബ്ദ, അവസാന ശബ്ദം, യാനി ഒരു പക്ഷേ, സാത് സാത് ചലന, എന്താ സാത് സാത് ചലന എന്ന് പറഞ്ഞാൽ കൂടെ നടക്കുക, ഒന്നിച്ച് നടക്കുന്നു, കെ ബാദ്, അതിനുശേഷം അവസാന ലൈൻ സാത് സാത് ചലന എന്നതിന് ശേഷം കെ ബാദ് യദി കവിതാ പാട്, ഈ കവിതാ പാട് രോക് ദിയാ ജായേത്തോ, നിർത്തുകയാണെങ്കിൽ, സുനനെ വാലെ, കേൾവിക്കാരൻ, ഗുദ് വാക്യ പൂരാ കർ ദേങ്കെ, ആ പാട്ട് ആസ്വദിക്കുന്ന അല്ലെങ്കിൽ കവിത വായിക്കുന്ന ആള് എന്ത് ചെയ്യും, കേൾവിക്കാരൻ ഗുദ് വാക്യ പൂരാ കർ ദേങ്കെ, ഗുദ് മീൻസ് സെൽഫ്, സ്വയം ഈ വാക്യക്കോ പൂരാ കർ ദേങ്കെ, അതിനെ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആക്കും. കഹേങ്കെ, അദ്ദേഹം പറയും, എന്ത് ബാക്കിയുള്ള ലൈൻ എന്താ, അദ്ദേഹം അറിയാത്തന്നെ അദ്ദേഹം പറഞ്ഞു പോകും, എന്താണ്, ജാൻതേത്തെ, അറിയാം, എനിക്കറിയാമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു പോകും. മനസ്സിലാവുണ്ടോ? ഓക്കെ, അപ്പം എന്താ പറയുന്നത്, യാനി സാത് സാത് ചലന
के बाद यदि कविता पाठ रोक दिया जाए तो, അതായത് ഈ വരികളിൽ, അതായത് किसी गज़ल में आखिरी शेर के आखिरी शब्द श्रोताओं की जुबान पर आपसे आप आ जाते हैं. ഏതെങ്കിലും ഗസലിലെ അവസാന എന്താണ് ആഖിരി ഷേർക്ക്, അവസാന ലൈനിലെ അവസാന ശബ്ദം ശ്രോതാവും കി ജുബാൻ പർ, കേൾവിക്കാരൻ്റെ നാവിൻ തുമ്പിൽ അറിയാതെ വരുന്നത് പോലെ എന്താണ് വൈസേഹി അപ്രകാരം ഇസ് കവിതാക്കെ അന്തിം ശബ്ദ്, ഈ കവിതയുടെ അവസാന വാക്കുകൾ എന്താണ് സാത് സാത് ചൽന കെ ബാദ്, സാത് സാത് ചൽന എന്നതിന് ശേഷം എന്താണ് യദി കവിത പാഠ രോക് ദിയാ ജായേത്തോ, ഈ കവിത നമ്മൾ നിർത്തുകയാണെങ്കിൽ എന്താണ് സുനിനെ വാലെ, കേൾക്കുന്ന ആ കേൾവിക്കാരൻ എന്താണ് ഗുദുവാക്യ പൂരാ കർദേങ്കെ, സ്വയം ആ വാക്യം പൂരിപ്പിക്കും. എന്താണ് ഔർ കഹേങ്കെ, അദ്ദേഹം പറയും എന്താണ് ജാൻതേത്തെ, അറിയാം എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കും അവിടെ. ഓക്കെ. ये कविता जाना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. इस कविता की पहली दो पंक्तियों में ही कवि अपनी पूरी बात कह देता है. शेष पंक्तियाँ उसी कहे गए को और सख्न और गहरा करती है. कविता का संदेश है कि दो मनुष्यों के बीच मनुष्यता का अहसास यानी मानवीय संवेदना होना ज़रूरी है, जानकारियाँ ज़रूरी नहीं है. ये कविता, ഈ കവിത ജാനന ശബ്ദ के എന്താണ് അറിയുക എന്ന ശബ്ദത്തിൻ്റെ രൂഢീഗ്രസ്ത അർത്ഥക്കോ, എന്താ രൂഢീഗ്രസ്ത അർത്ഥ, രൂഢീഗ്രസ്ത അർത്ഥ ട്രഡീഷൻ മീനിങ് അല്ലേ, നമ്മളെ പരമ്പരാഗതമായിട്ട് നമ്മൾ അനുവർത്തിച്ചു പോകുന്ന ആ ഒരു അർത്ഥത്തെ പൂരി തരസെ മുഴുവനായിട്ടും ബദൽ ദേത്തി ഹെ മാറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഈ കവിതയിലൂടെ കവി എന്താണ് ജാനന ശബ്ദക്കെ, അറിയുക എന്ന ശബ്ദത്തിൻ്റെ രൂഢീഗ്രസ്ത അർത്ഥക്കും ആ പരമ്പരാഗത അർത്ഥത്തെ പൂരി തരസെ മുഴുവനായിട്ടും ബദൽ ദേത്തി ഹെ മാറ്റുന്നു. ഇസ് കവിത की पहली दो पंक्तियों में ही, ഈ കവിതയുടെ पहली दो पंक्तियों में ही, ആദ്യത്തെ രണ്ട് വരികളിലൂടെ തന്നെ കവി അപ്പനി തൻ്റെ പൂരി ബാത് കർ ദേത്ത ഹെ, കവിതയിലൂടെ കവി എന്താണോ നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ആ കാര്യം എന്താണ് ഈ കവിതയുടെ ആദ്യ രണ്ട് വരികളിൽ തന്നെ കവി പൂരി ബാത്ത് കർ ദേത്ത ഹെ, കവി മുഴുവനായിട്ട് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ശേഷ് പങ്ക്തിയ, ബാക്കിയുള്ള വരികൾ ഉസി കഹേ ഗയേക്കോ, അദ്ദേഹം പറഞ്ഞ കാര്യത്തെ സക്കൻ, എന്താ സക്കൻ സ്ട്രോങ് ആക്കുക, ഒന്നും കൂടി ഉറപ്പിക്കുക. അതുപോലെ ഗഹര കർത്തി ഹെ, ഗഹര മീൻസ് ഡീപ്പ്, ആഴം, ഒന്ന് ആഴത്തിലും ഉറപ്പിച്ചിട്ടും അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നതാണ് ബാക്കിയുള്ള വരികൾ. ഓക്കെ. അപ്പോൾ ഈ കവിതാക്കെ പെഹലെ ദോ പങ്ക്തിയോമേ കവി जो कुछ हम इस कविता के बारे में जो कुछ हमसे बताना चाहता है वो पूरी तरह हमसे बता कर सकेंगे अല്ലേ, നമ്മോട് ബതാ ദേത്തെ ഹെ, നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ശേഷ് പങ്ക്തിയാം, ബാക്കിയുള്ള വരികളിലൂടെ കവിനെ കഹേ ഗയേ ബാത് കോ, കവി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യാണ് സക്കൻ ഔർ ഗഹര കർത്തി ഹെ, ആഴത്തിൽ ഉറപ്പിച്ച് പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. കവി ക സന്ദേശേക്ക്, കവിയുടെ സന്ദേശം ഇതാണ്. ഈ കവിതയിലൂടെ ഇസ് കവിത ദ്വാര കവി കിസ് സന്ദേശ് ദേത്താ ഹെ, ഈ കവിതയിലൂടെ കവി നമുക്ക് ഏത് സന്ദേശമാണ് നമുക്ക് തരുന്നത്, എന്ത് സന്ദേശമാണ് തരുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. കി, അതായത് ദോ മനുഷ്യോം കെ ബീച്ച് മനുഷ്യതാ കാ ആസാസ് യാനി മാനവീയ സംവേദന ഹോന ജരൂരി ഹെ. ദോ മനുഷ്യോം കെ ബീച്ച്, രണ്ട് മനുഷ്യർക്കിടയിൽ മനുഷ്യതാ കാ അഹസാസ്, മനുഷ്യത്വത്തിൻ്റെ അഹസാസ്, അഹസാസ് മീൻസ് ഫീലിങ്സ്, മനുഷ്യത്വത്തിൻ്റെ അനുഭവമാണ്. യാനി അല്ലാതെ, അതായത് മാനവീയ സംവേദന ഹോന ജരൂരി ഹെ, മാനവീയ സംവേദന, സംവേദന മീൻസ് സിമ്പത്തി അല്ലേ, മാനവീയ സംവേദന, എന്താ മാനവീയ സംവേദന, മനുഷ്യത്വം അല്ലേ, മാനസികമായിട്ട് അല്ലെങ്കിൽ മാനുഷിക സിമ്പത്തിയാണ് ഇവിടെ, പരസ്പരം ഉള്ള എന്താണ് സിമ്പത്തിയാണെന്ന് അവിടെ ഹോന ജരൂരി ഹെ, ആവശ്യം. ഇവിടെ ആവശ്യം എന്താണ്, എന്താ കവി പറയുന്നത്, ദോ മനുഷ്യോं के बीच മനുഷ്യതാ കാ ആസാസ് യാനി മാനവീയ സംവേദന ഹോന ജരൂരി ഹെ, രണ്ടു മനുഷ്യർക്കിടയിൽ മനുഷ്യത്വമാണ് ഇവിടെ അത്യാവശ്യം. ജാൻകാരി ജരൂരി നഹി, ജാൻകാരിയ മീൻസ് നോളേജ്, അറിവ്, ആ വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ബാഹ്യമായിട്ടുള്ള അറിവുകളല്ല നമുക്കിവിടെ ആവശ്യം, അദ്ദേഹത്തിൻ്റെ മാനസിക അല്ലെങ്കിൽ മാനവീയ സംവേദന ജരൂരി ഹെ, മാനവീയ സംവേദനയാണ് ഇവിടെ അത്യാവശ്യം.
ലേക്കിൻ ഉസ്കി ജാൻകാരിയാം നഹി ഹെ. അദ്ദേഹത്തെക്കുറിച്ച് ബാക്കിയുള്ള അറിവുകളല്ല ഇവിടെ പ്രധാനമെന്നാണ് കവി ഇവിടെ പറയുന്നത്. യഹ് ഇസ് കവിത കാ സന്ദേശ്. ഇസ് കവിത കാ സന്ദേശ് ക്യാ ഹെ? इस कविता का संदेश है कि दो मनुष्यों के बीच, രണ്ട് മനുഷ്യർക്കിടയിൽ ഉസ് बीच मनुष्यता का आसास यानी मानवीय संवेदना ज़रूरी है അല്ലേ? മാനുഷിക സിമ്പത്തിയാണ് ഇവിടെ അത്യാവശ്യം. ലേക്കിൻ ജാൻകാരിയാം നഹി ഹെ. ഇവിടെ ജാൻകാരികൾ അറിവ് ഇവിടെ എന്തില്ല, ബാഹ്യമായ അറിവുകളെ കുറിച്ച് ഇവിടെ പ്രസക്തി ഇല്ല എന്നാണ് പറയുന്നത്. किंतु यह संदेश कविता में उपदेश की तरह नहीं माता. किंतु എന്നാൽ യ സന്ദേശ് കവി നൽകുന്ന ഈ സന്ദേശം കവിതാമേ കവിതയിൽ ഉപദേശ് കി തരഹ് ഒരു ഉപദേശം പോലെ നഹി മാത്ത ഉപദേശം പോലെ അല്ല ഇവിടെ കവിതയിലൂടെ അദ്ദേഹം പറഞ്ഞു തരുന്നത്. ഓക്കെ, इस टिप्पणी से नरेश सक्सेना ने हमसे क्या क्या बताते हैं. ഈ കവിതയിലൂടെ നരേഷ് സക്സേന നമ്മളോട് എന്താ പറയുന്നത്? കവിത കാ സന്ദേശ് ദോ മനുഷ്യോं के बीच मनुष्यता का आसास यानी मानवीय संवेदना होना ज़रूरी है. जानकारियाँ नहीं ज़रूरी नहीं है. ओके, देखिए पहला प्रश्न, इस साइड बॉक्स प्रश्न, जानना शब्द की लेखक की व्याख्या से आप कहाँ तक सहमत है. जानना എന്ന ശബ്ദക്ക് ഈ വേർഡ് ലേഖകി വ്യാഖ്യാസെ ലേഖകൻ്റെ വ്യാഖ്യാനം കൊണ്ട് എക്സ്പ്ലനേഷൻ കൊണ്ട് ആപ് കഹാം തക് സഹമത്ത് ഹെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ട് നിങ്ങൾ എത്രത്തോളം അതിൽ സഹമത്ത് ഹെ എത്രത്തോളം നിങ്ങൾ അതിൽ യോജിക്കുന്നുണ്ട്. ജാനന ശബ്ദക്ക് ലേഖകി വ്യാഖ്യ വിവരണം അല്ലേ? അറിയുക എന്ന ശബ്ദത്തെക്കുറിച്ച് ലേഖകൻ ഇവിടെ നമുക്ക് ഒരു വിവരിച്ച് തന്ന കാര്യം എത്രത്തോളം നിങ്ങളതിൽ യോജിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇവിടെ കവി പറഞ്ഞുള്ളത്? ജാനേ കാ അസലി അർത്ഥ് യഹ് നഹി. ശരിയായ അർത്ഥം ഇതല്ല, അറിയുക എന്നതിൻ്റെ ശരിയായ അർത്ഥം ഇതല്ല എന്നാണ് കവി പറയുന്നത്. ക്യാ ഹേ? ജോ വ്യക്തിക്ക് നാം പത ഒഹദെ ഉമ്ര ജാതി ആദീസെ ജാന നഹി ഹെ അല്ലേ? ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ ഇതല്ല ഒരു വ്യക്തിയുടെ പേരോ അഡ്രസ്സോ വയസ്സോ പദവിയോ ജാതിയോ അറിയുക എന്നതല്ല. ബൽക്കി മറിച്ച് ഉസ് വ്യക്തിക്ക് നിരാശ ഹതാശ സങ്കട്ട് അസഹായത ആദി ജാന്ന ഹെ എന്നിവ അറിയുക എന്നതാണ്. ഇസ് വാക്യക്കോ പൂരി തര സമത്തെ മുഴുവനായിട്ട് നമ്മൾ യോജിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ തന്നെയല്ലേ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ഓക്കെ, നെക്സ്റ്റ് टिप्पणी പേജ് നമ്പർ 17. ടിപ്പണിക്ക് ആധാർ പർ ലിഖേ. ഈ ടിപ്പണിയെ അടിസ്ഥാനമാക്കി എഴുതാൻ 2 ബോക്സ് തന്നിട്ടുണ്ട്. എന്താണ്? ഫസ്റ്റിൽ ജാനിനേക്ക് രൂഢീകൃത അർത്ഥ അറിയുക എന്നതിൻ്റെ പരമ്പരാഗതമായ ആധാർ അടിസ്ഥാനം എന്നും, രണ്ടാമത്തെ ജാനിനേക്ക് അസലി ആധാർ അറിയുക എന്നതിൻ്റെ യഥാർത്ഥ അടിസ്ഥാനവും തന്നിട്ടുണ്ട്. നമ്മളിവിടെ മുന്നേ ടീച്ചർ പറഞ്ഞ ആ കാര്യം തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. എന്താണ്? ജാനിനേക്ക് രൂഢീകൃത ആധാർ അറിയുക എന്നതിൻ്റെ പരമ്പരാഗത അടിസ്ഥാനം. അറിയുക എന്നതിൻ്റെ പരമ്പരാഗത അടിസ്ഥാനം എന്തൊക്കെയാണ്? ഒരു വ്യക്തിയുടെ പേരോ അഡ്രസ്സോ വയസ്സോ ജാതിയോ അറിയുക എന്നാണ് പരമ്പരാഗതമായ അറിവ്. പരമ്പരാഗതമായിട്ട് അറിയുക എന്നതിൻ്റെ അർത്ഥം. എന്നാൽ കവി അതിനെ മാറ്റിമറിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താക്കി മാറ്റിയിട്ടുണ്ട്? ഇതൊന്നുമല്ല അറിയുക എന്നതിൻ്റെ അടിസ്ഥാന ആവശ്യം. എന്താണ്? ഉസ് വ്യക്തിക്ക് ഹതാശ നിരാശ സങ്കട്ട് അസഹായത ആദിക്കോ ജാന്ന ഹെ. അതാണ് കവി പറഞ്ഞിട്ടുള്ളത്. ആ 2 കാര്യങ്ങളാണ് ഈ 2 കോളങ്ങളിൽ എഴുതി ചേർക്കേണ്ടത്. ഫസ്റ്റ് ജാന്നേക്ക് രൂഢീകൃത ആധാർ എന്നുള്ള കോളത്തിൽ നമ്മൾ നാം പത ഉമ്ര ഒഹദ എന്ന് കൊടുക്കും. പിന്നെ ജാന്നേക്ക് അസലി ആധാർ ഇവിടെ കവി നമ്മോട് പറഞ്ഞിട്ടുള്ള അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹതാശ നിരാശ അസഹായത സങ്കട്ട് എന്നിവയാണ്. ഓക്കെ, ये दूसरा पाठ भाग का ये अंश तुमको अच्छी तरह मालूम हो गया. ओके, आज का कक्षा मैं अभी समाप्त करती हूँ. धन्यवाद, फिर मिलेंगे.